ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം വർക്കലയിൽ കുന്നുകൾ ഇടിഞ്ഞു വീണു. എണിക്കൽ ബീച്ചിലും ആലിയിറക്കം ബീച്ചിനുമിടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. മണ്ണിടിച്ചിൽ സമയത്ത് വിനോദസഞ്ചാരികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഇന്ന് പുലർച്ചെയോടെയാണ് കുന്നുകൾ ഇടിഞ്ഞു താഴേക്ക് പതിച്ചത്. എണിക്കൽ ആലിയിറക്കം ബീച്ചുകൾക്കിടയിൽ 4ഇടത്തായാണ് കുന്നുകൾ ഇടിഞ്ഞത്. ശക്തമായ മഴ പെയ്തതോടെ മണ്ണിടിഞ്ഞ് 30 മീറ്ററോളം താഴേക്ക് പതിക്കുകയായിരുന്നു. അപകട സമയത്ത് പ്രദേശത്ത് ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ചെറുതും വലുതുമായി നിരവധി കുന്നുകളാണ് ഇടിഞ്ഞു താഴ്ന്നത്. റിസോർട്ട് ഉടമകൾ കുന്നുകൾ തുറന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതാണ് മണ്ണിടിച്ചിലിന് കാരണമായി വിലയിരുത്തുന്നത്. ഭാവനാശം തീരം മുതൽ ആലിയിറക്കം ബീച്ചിലുള്ള സ്ഥലങ്ങൾ, നിരവധി സ്ഥലങ്ങളാണ് കുന്നിടിച്ചുകൾ ഇപ്പോൾ ഈ 2 ദിവസമായി കാണുന്നത്. അത് സർക്കാരിൻ്റെ ദയനീയമായ വീഴ്ച തന്നെയാണ്. ഒരു ഓർഡറും ഇല്ലാതെ റിസോർട്ടുകൾക്ക് പണിയാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന സർക്കാർ തന്നെയാണ്. അതിൽ മുനിസിപ്പാലിറ്റി സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മുനിസിപ്പാലിറ്റിയും സർക്കാർ സംവിധാനങ്ങളും ഇടപെട്ട് സാധാരണക്കാരൻ ഒരു റൂം എടുത്ത് അവിടെ താമസിച്ചാൽ എങ്ങനെ ഈ കുന്നിടിച്ചിൽ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ്റെ ജീവൻ ആര് ഇത് പറയട്ടെ. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി വർക്കല കേന്ദ്രീകരിച്ച് നിരവധി റിസോർട്ടുകളാണ് പ്രവർത്തിക്കുന്നത്. അതീവ പാരിസ്ഥിതിക ലോല പ്രദേശത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മണ്ണിടിച്ചിലിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 40 മീറ്ററോളം ഉയരമുള്ള കുന്നുകളുള്ള പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടതും അപകടത്തിന് കാരണമായി. പ്രദേശത്ത് അനധികൃത നിർമ്മാണങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും വർക്കല നഗരസഭ മൗനം പാലിക്കുകയാണെന്നാണ് പ്രധാന ആക്ഷേപം. പരാതി ലഭിക്കുന്ന റിസോർട്ടുകളിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി പോകുന്നതല്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം.